നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമായി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പ് പങ്കുവച്ചുകൊണ്ട് തന്ത്രപ്രധാന പാതയ്ക്ക് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ്. അമേരിക്കയുടെ വാദം തള്ളി ഇറാൻ. ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് UAE. ഖോർഫക്കാൻ തുറമുഖത്ത് വൻ പദ്ധതികൾ. ഹോർമൂസ് ഒഴിവാക്കി രാജ്യത്തേക്ക് ചരക്കുകൾ എത്തിക്കാനും കൊണ്ടുപോകാനും UAE നീക്കം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർണായക ചുവടുവെപ്പിൽ. കരയിലൂടെ എത്തിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലോകത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വികസന കവാടം തുറന്നെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ എത്തിയില്ല. കേന്ദ്രമന്ത്രി എത്താത്തത് ഔദ്യോഗിക തിരക്കുകൾ കാരണമെന്ന് മുഖ്യമന്ത്രി. ചടങ്ങിൽ പങ്കെടുക്കാതെ മേയറും പ്രതിപക്ഷ നേതാവും. നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് അതിക്രമവും ലൈംഗികാതിക്രമ പരാതികളും പരിശോധിക്കാൻ ഉന്നതതല സമിതി. സുപ്രീംകോടതി മുൻ ജഡ്ജി അധ്യക്ഷനാകും. പോലീസിലെയും CBIയിലെയും വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സമിതിയിൽ. ഉത്തരവ് നാളെ പുറത്തിറക്കും. CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീംകോടതി. വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കോഴിക്കോട് ഉൾപ്പെടെ 8ഇടങ്ങളിൽ പരിശോധന നടത്തി ED. റെയ്ഡ് മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും. രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമായി പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ട്രംപിന്റെ പ്രഖ്യാപനം. തന്ത്രപ്രധാനമായ പാതയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ വാദം ഇറാൻ തള്ളി. നിബന്ധനകൾ US അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കി. ഹോർമൂസ് തുറന്ന് കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായാൽ രാജ്യത്തെ എണ്ണ ഉൽപ്പാദനം പഴയ രൂപത്തിൽ പുനഃസ്ഥാപിക്കുമെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ. സൗദി അറേബ്യയുമായും UAEയുമായും എണ്ണ പൈപ്പ് ലൈൻ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതായും കോർപ്പറേഷൻ മേധാവി ഷൈഖ് നവാഫ് അൽ സൗദ് അറിയിച്ചു. ആഗോള ഊർജ്ജ വിതരണത്തിന് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും നിർണായകമാണെന്നും മേധാവി വ്യക്തമാക്കി. 1990-ലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം കുവൈറ്റ് നേരിടുന്ന ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടലെന്ന് ഷൈഖ് നവാഫ് അൽ സയൂദ് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 28-ഓടെയാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഖോർഫക്കാൻ തുറമുഖത്ത് വൻ വിപുലീകരണ പദ്ധതികളുമായി UAE. ഹോർമൂസ് ഒഴിവാക്കി രാജ്യത്തേക്ക് ചരക്കുകൾ എത്തിക്കാനും കൊണ്ടുപോകാനും സഹായിക്കുന്നതാണ് ഖോർഫക്കാൻ തുറമുഖം. മേഖലയിൽ സംഘർഷാന്തരീക്ഷം തുടരുകയും ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യുന്നതിനിടയിലാണ് UAEയുടെ നീക്കം. ഖോർഫക്കാൻ തുറമുഖത്തിന്റെ വാർഷിക കണ്ടെയ്നർ കപ്പാസിറ്റി 50 ലക്ഷമാക്കി ഉയർത്താനുള്ള വിപുലീകരണ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ കപ്പാസിറ്റി 1 കോടി കണ്ടെയ്നറായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി അറിയിച്ചു. ഒമാൻ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഖോർഫക്കാൻ തുറമുഖത്തിന് അന്താരാഷ്ട്ര കപ്പൽപാതകളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റിയുണ്ട്. UAEയിലെ മറ്റു തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, അതിർത്തികൾ, റോഡ് ശൃംഖലകൾ, വ്യാപാര ഇടനാഴികൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിപുലമായ സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് തുറമുഖം. ആഴമേറിയ ജലപാതയുള്ള ബെർത്തുകളും ഉയർന്ന കാര്യക്ഷമതയുള്ള ക്രെയിനുകളും ഖോർഫക്കാൻ തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും തുറമുഖത്തെത്താനും ചരക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കും. ഷാർജയുടെ കിഴക്കൻ തീരത്തുള്ള ഖോർഫക്കാൻ തുറമുഖം, പടിഞ്ഞാറൻ തീരത്തെ ഖാലിദ് തുറമുഖം, ഹംറിയ തുറമുഖം എന്നിവ ഉൾപ്പെടുന്ന ഷാർജയുടെ വിപുലമായ സമുദ്ര ഗതാഗത ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഷാർജയിലെ അൽസജ, അൽദെയ്ദ് മേഖലകളിലെ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും അതിർത്തി ക്രോസിംഗുകളും റോഡ് ശൃംഖലകളും വ്യാപാര ഇടനാഴികളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. അമൃത ന്യൂസ്, ദുബായ്. അടുത്ത മാസത്തേക്ക് ആവശ്യമായ ദ്രവീകൃത പ്രകൃതിവാതകം ഖത്തറിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. സെപ്റ്റംബർ വിതരണത്തിനായി ഖത്തർ ഇതുവരെ ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് പെട്രോനെറ്റ്
LNGയുടെ ചീഫ് എക്സിക്യൂട്ടീവ് AK സിംഗ് പറഞ്ഞു. മേഖലയിൽ സംഘർഷം ആരംഭിച്ചതോടെയാണ് ഇന്ധന ഉൽപ്പാദനവും വിതരണവും പ്രതിസന്ധിയിലായത്. ഖത്തറിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് ആവശ്യമായ ദ്രവീകൃത പ്രകൃതിവാതകം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ LNG ഇറക്കുമതിക്കാരായ പെട്രോനെറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖത്തർ എനർജി പ്രതിമാസാടിസ്ഥാനത്തിൽ ഫോഴ്സ് മഷ്യൂർ സാഹചര്യം വിലയിരുത്തുന്നതിനാൽ സെപ്റ്റംബർ വിതരണത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. അപ്രതീക്ഷിത പ്രതിസന്ധി മൂലമുള്ള കരാർ ബാധ്യതയിൽ നിന്ന് ഒഴിയാനുള്ള ഓപ്ഷനാണ് ഫോഴ്സ് മഷ്യൂർ. മാർച്ചിൽ ഖത്തറിലെ 14 LNG ഉൽപാദന കേന്ദ്രങ്ങളിൽ 2 എണ്ണത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഖത്തർ LNG കയറ്റുമതിയിൽ ഫോഴ്സ് മഷ്യൂർ പ്രഖ്യാപിച്ചത്. മേഖലയിലെ സംഘർഷം തുടരുന്നതിനാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ ചരക്ക് നീക്കവും പ്രതിസന്ധിയിലാണ്. ഖത്തറിൽ നിന്നുള്ള വിതരണത്തിലെ തടസ്സം ഇതുവരെ 56 LNG കാർഗോകളെ ബാധിച്ചു എന്നാണ് പെട്രോനെറ്റ് വ്യക്തമാക്കുന്നത്. കരാർ പ്രകാരം വൈകിയെത്തുന്ന ചിലത് 2028 ഏപ്രിൽ വരെ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ഖത്തറിൽ നിന്നുള്ള കുറവ് നികത്താൻ ഇന്ത്യ, ഒമാൻ, അമേരിക്ക, നൈജീരിയ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് LNG ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങൾക്ക് ഖത്തർ നിർണായക വിതരണക്കാരാണ്. പെട്രോനെറ്റിന് ഖത്തറിൽ നിന്ന് ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം 7.5 ദശലക്ഷം ടൺ LNG ലഭിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ഖത്തർ. ദുബായിൽ റോഡിൽ എതിർദിശയിൽ മദ്യപിച്ച് വാഹനമോടിച്ച് ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തിയ ഡ്രൈവർക്ക് 6 മാസം തടവും 1 ലക്ഷം ദിർഹം പിഴയും. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടാനും അബുദാബി മിഡ് ടെർമിനർ കോടതി ഉത്തരവിട്ടു. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അമിത ലഹരിയിൽ ആയിരുന്ന ഡ്രൈവർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ വാഹനം തടഞ്ഞു നിർത്തിയത്. തുടർന്ന് ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ രക്തപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു. മേഖലയിലെ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ, ഫീൽഡ് റിപ്പോർട്ട് തുടങ്ങിയ തെളിവുകൾ പരിശോധിച്ച കോടതി പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് ശിക്ഷ വിധിച്ചത്. ദുബായിൽ കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കരുതലിന്റെ തണലൊരുക്കി അൽ ഫരീജ് ഫ്രിഡ്ജ് പദ്ധതി. തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 3-ാം വർഷവും ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് പദ്ധതി നടപ്പിലാക്കുക. ചൂട് കാലത്ത് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തണുത്ത വെള്ളം, ജ്യൂസ്, ഐസ്ക്രീം എന്നിവ വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വേനൽ ചൂടിൽ നിർജ്ജലീകരണം, ഹീറ്റ് സ്ട്രെസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നതിനൊപ്പം അവരുടെ അധ്വാനത്തോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ദുബായ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സിന്റെ പിന്തുണയോടെ ദുബായ് ഫുർജാൻ ഫൗണ്ടേഷനാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. UAE വാട്ടർ എയ്ഡ് ഫൗണ്ടേഷൻ, UAE ഫുഡ് ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ശുചീകരണ തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിലുള്ളവർ, ഡെലിവറി റൈഡർമാർ, കൃഷി, റോഡ്, വീഥി പരിപാലന മേഖലകളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി പുറം ജോലികളിൽ ഏർപ്പെടുന്ന പരമാവധി തൊഴിലാളികളിലേക്ക് പദ്ധതിയുടെ പ്രയോജനം എത്തിക്കുകയാണ് ലക്ഷ്യം. തണുത്ത വെള്ളവും ജ്യൂസും ഐസ്ക്രീമുമായി ശീതീകരിച്ച വാഹനങ്ങൾ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വിവിധ കേന്ദ്രങ്ങളിലെത്തി വിതരണം ചെയ്യും. 18,000-ലധികം തൊഴിലാളികൾക്കാണ് GDRFA ദുബായിയുടെ പങ്കാളിത്തത്തിലൂടെ ആശ്വാസം ലഭിച്ചത്. UAEയുടെ സഹിഷ്ണുതയുടെയും ദാനശീലത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തരം സംരംഭങ്ങളെന്ന് GDRFA ദുബായ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. ദുബായിൽ അനധികൃതമായി മാലിന്യം തള്ളിയ ടാങ്കറുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ദുബായ് നഗരസഭ. നിയമലംഘനം നടത്തിയ ടാങ്കറുകൾ കണ്ടുകെട്ടി 25 ലക്ഷം രൂപയോളം പിഴ ചുമത്തി. പരിശോധനയിൽ നിരവധി ടാങ്കറുകളാണ് അധികൃതർ പിടികൂടിയത്. നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ മലിനജലം തള്ളിയ ടാങ്കറുകളുടെ ദൃശ്യങ്ങൾ ദുബായ് നഗരസഭ പുറത്തുവിട്ടു. പൊതുജനാരോഗ്യത്തെയും നഗര സൗന്ദര്യത്തെയും ബാധിക്കുന്ന വിധത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് നഗരസഭ മുന്നറിയിപ്പ് നൽകി. പൊതുസ്ഥലങ്ങളിലോ വിജനമായ പറമ്പുകളിലോ കടൽ, തീരം, ക്രീക്ക്, തുറമുഖം എന്നിവിടങ്ങളിലോ മാലിന്യം തള്ളിയാൽ പിഴ 1000 ദിർഹമാണ്. ഉപയോഗിച്ച എണ്ണ ഓടകളിലോ റോഡുകളിലോ പൊതുയിടങ്ങളിലോ തള്ളുക, അല്ലെങ്കിൽ കടലിലോ തീരത്തോ എണ്ണച്ചോർച്ചയ്ക്ക് കാരണമാവുകയോ ചെയ്താൽ പിഴ 3000 ദിർഹം. അപകടകരമായ മാലിന്യങ്ങൾ, കെട്ടിട നിർമ്മാണ വിഷമാലിന്യങ്ങൾ, ഫാക്ടറി മാലിന്യങ്ങൾ എന്നിവ അനധികൃത സ്ഥലങ്ങളിൽ തള്ളിയാൽ 5000 ദിർഹം പിഴ ഈടാക്കും. കെട്ടിടങ്ങളിൽ നിന്നോ ടാങ്കറുകളിൽ നിന്നോ പൊതുനിരത്തിലേക്ക് മലിനജലം ചോർന്നാൽ 10,000 ദിർഹവും, റെഡിമിക്സ് കോൺക്രീറ്റ് വാഹനങ്ങളിൽ നിന്ന് പൊതുനിരത്തിൽ സാമഗ്രികൾ ചോരുകയോ തള്ളുകയോ ചെയ്താൽ 50,000 ദിർഹവും പിഴ ഈടാക്കും. നിയമലംഘകർക്കെതിരെ കർശന പരിശോധന തുടരും എന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്.
സൗദിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 4 പേരുടെ അവയവങ്ങൾ കടുത്ത രോഗാവസ്ഥയിലായിരുന്ന 14 പേർക്ക് പുതിയ ജീവിതം നൽകി. 4 പിഞ്ചുകുട്ടികൾക്കും ഇതിലൂടെ പുതിയ ജീവിതം തിരിച്ചു കിട്ടി. 3 ഹൃദയം, 3 കരൾ, 2 ശ്വാസകോശം, 5 വൃക്കകൾ, 1 പാൻക്രിയാസ് എന്നിവയാണ് വിജയകരമായി മാറ്റിവെച്ചത്. സൗദി സെന്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ നേതൃത്വത്തിൽ എയർ മെഡിക്കൽ ഇവാക്വേഷൻ ടീമും രാജ്യത്തെ പ്രമുഖ ആശുപത്രികളും മിന്നൽ വേഗത്തിലാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ചെങ്കടലിൽ യാംബുവിന് സമീപം മത്സ്യബന്ധനത്തിനിടെ ബോട്ട് തകർന്ന് അപകടത്തിൽപ്പെട്ട 5 സൗദി പൗരന്മാരെ സൗദി ബോർഡർ ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. സഹായ അഭ്യർത്ഥന ലഭിച്ചയുടൻ പ്രത്യേക കടൽ സുരക്ഷാ വിഭാഗം നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കണ്ടെത്തി കരയിലെത്തിച്ചത്. രക്ഷപ്പെടുത്തിയ 5 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കടൽ യാത്രക്കാർ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നും ബോട്ടിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ യോഗ്യത അപ്ഡേറ്റ് ചെയ്യാത്ത ജീവനക്കാർ നടപടികൾ പൂർത്തിയാക്കി ആവശ്യമായ രേഖകൾ സമർപ്പിക്കണമെന്ന് കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം. ഇതിനായി ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച പ്രവൃത്തി സമയം അവസാനിക്കുന്നതുവരെ സമയപരിധി അനുവദിച്ചതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ വിദ്യാഭ്യാസ യോഗ്യതകൾ പുതുക്കാത്ത ജീവനക്കാർ മന്ത്രാലയം അംഗീകരിച്ച ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത നടപടികൾ പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ യോഗ്യതകൾ പുതുക്കുകയോ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ ചെയ്യാത്ത ജീവനക്കാർ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമങ്ങൾ, സംവിധാനങ്ങൾ, സിവിൽ സർവീസ് കമ്മീഷന്റെ തീരുമാനങ്ങൾ എന്നിവ അനുസരിച്ച് ആവശ്യമായ നിയമപരവും ഭരണപരവുമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ ഐഫോൺ ഉപയോക്താക്കൾക്ക് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. iMessage സേവനം വഴി പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത്. കൊറിയർ ഡെലിവറി കമ്പനികളുടെ പേരിൽ എത്തുന്ന ഈ സന്ദേശങ്ങൾ വഴി ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതായി അതോറിറ്റി അറിയിച്ചു. ഷിപ്മെന്റ് വിവരണങ്ങൾ പുതുക്കണം, ഡെലിവറി വിലാസം സ്ഥിരീകരിക്കണം, അല്ലെങ്കിൽ അധിക ഫീസ് അടയ്ക്കണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംശയാസ്പദമായ ലിങ്കുകൾ ഉൾപ്പെടുത്തിയുള്ള സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത്. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അതിലൂടെ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത് എന്നതാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ വിശ്വസനീയമല്ലാത്ത സന്ദേശങ്ങളിലൂടെയോ ലിങ്കുകളിലൂടെയോ പങ്കുവെക്കരുതെന്നും അധികൃതർ പറയുന്നുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമൃത TV UAE പ്രേക്ഷകർക്കായി നടത്തിയ പ്രവചന മത്സരത്തിന്റെ വിജയിക്ക് സമ്മാനം കൈമാറി. പ്രമുഖ ഫുഡ് പ്രോഡക്ട്സ് ഗ്രൂപ്പായ നെല്ലറയുമായി സഹകരിച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. കോഴിക്കോട് അത്തോളി സ്വദേശി റഷാദ് മുഹമ്മദിന് ദുബായിൽ നടന്ന ചടങ്ങിൽ സമ്മാനം കൈമാറി. 100 കണക്കിന് പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. കുവൈറ്റിലെ പ്രമുഖ പ്രവാസി സംഘടനയായ ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവും വിപുലവും വർണ്ണാഭവുമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുവൈറ്റിലെ പ്രവാസികൾ അവതരിപ്പിച്ച ഹൃദയസ്പർശിയായ വന്ദേ മാതരം ഗാന ആലാപനത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം മനോഹരമായി പ്രതിഫലിപ്പിച്ച ഈ ഗാനാലാപനം ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ഭംഗിയും പകർന്നു. തുടർന്ന് അവതരിപ്പിച്ച ഭാരത ദർശൻ എന്ന പരിപാടിയും ചടങ്ങിന്റെ സാംസ്കാരിക മികവ് വർദ്ധിപ്പിച്ചു. ഭാരതീയ പ്രവാസി പരിഷത്ത് പ്രസിഡന്റ് ഹരി ബാലരാമപുരം സ്വാഗത പ്രസംഗം നടത്തി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗം നടത്തി. ഭാരതീയ പ്രവാസി പരിഷത്ത് ജനറൽ സെക്രട്ടറി രാജ് ഭണ്ഡാരി നന്ദി പ്രസംഗം നടത്തി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന പ്രചോദനാത്മക സന്ദേശം ഉയർത്തിപ്പിടിച്ച ഈ ആഘോഷം കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന് അഭിമാനകരവും അവിസ്മരണീയവുമായ ഒരു ദേശീയ ആഘോഷമായി മാറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സജീവ സഹകരണവും പങ്കാളിത്തവും പരിപാടി ഗംഭീരമാക്കി. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. IAS അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി അഫയേഴ്സ് കോൺസൽ AK ജോൺ ദേശീയ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് IAS കമ്മ്യൂണിറ്റി ഹാളിൽ ഔദ്യോഗിക ആഘോഷ ചടങ്ങും നടന്നു. ചക് ദേ ഇന്ത്യ എന്ന പേരിൽ വിപുലമായ സംഗീത നിശയും ദേശഭക്തി ഗാനങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വ്യാപാര വ്യവസായ ലോകത്തേക്കുള്ള വാതിൽ തുറന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുറമുഖം വഴിയുള്ള സമ്പൂർണ്ണ ചരക്ക് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സർക്കാരിന്റെ സമുദ്ര മിഷൻ പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മേയർ വി രാജേഷ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ MLA എന്നിവർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം എക്സിം സമ്പൂർണ്ണ പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലേക്കുള്ള പ്രധാന മുന്നേറ്റമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 6 ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് വിഴിഞ്ഞം വഴി കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ കഴിയും. റോഡ് കണക്ടിവിറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർത്തിരുന്നെങ്കിൽ പ്രയോജനം 100 ഇരട്ടിയാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോ പ്രകാശനവും പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ ഒരു മാരിടൈം സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ ഗേറ്റ്വേ ആണ് വിഴിഞ്ഞമെന്ന് മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വ്യാവസായിക വളർച്ചയ്ക്ക്, വ്യാപാര വളർച്ചയ്ക്ക്, അതുണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന നിമിഷം. കരമാർഗം എത്തിച്ച നിലമേൽ കമ്പനിയുടെ ഭക്ഷണ സാധനങ്ങളും മറ്റൊരു കമ്പനിയുടെ ക്ലേ ഉൽപ്പന്നങ്ങളും അടങ്ങിയ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് നിന്നും ആദ്യമായി കയറ്റുമതി ചെയ്തത്. അതേസമയം ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മേയർ വി രാജേഷ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. എക്സിം ഓപ്പറേഷൻ പൂർണ്ണമായും ആരംഭിച്ചതിലൂടെ തുറമുഖ വ്യാപാര രംഗത്ത് ലോകത്തിന് വലിയൊരു വാതിലാണ് വിഴിഞ്ഞം തുറന്നിടുന്നത്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനും ഇത് വഴിവെക്കും. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞത്തെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കാത്തത് ബഹിഷ്കരണമല്ല, അടിയന്തര സാഹചര്യം കാരണമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിന് വന്ദേ മാതരം വിവാദവുമായി ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. മുൻ സുപ്രീംകോടതി ജഡ്ജിയും വിരമിച്ച DGPയും ഉൾപ്പെടുന്നതായിരിക്കും സമിതി. ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീംകോടതിയെ അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നടന്ന വിദ്യാർത്ഥി സമരത്തിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മുൻ സുപ്രീംകോടതി ജഡ്ജിയും വിരമിച്ച പോലീസ് CBI ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാകും സമിതി രൂപീകരിക്കുക. ഇതു സംബന്ധിച്ച് വിശദമായ ഉത്തരവ് കോടതി നാളെ പുറത്തിറക്കും. സമരത്തിന് നേരെ ക്രൂരമായ പോലീസ് നടപടിയും ലൈംഗിക അതിക്രമവും ഉണ്ടായിയെന്ന് കാണിച്ച ഹർജികളും, സമരക്കാരുടെ അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത് ചൂണ്ടിക്കാട്ടിയ ഹർജികളും കോടതിക്ക് മുൻപിലുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ പരാതികളും പ്രത്യേക സമിതി പരിശോധിക്കും. അടിയന്തര ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ സമിതിക്ക് ഇടക്കാല ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സമാനമായ ഹർജിയിൽ ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീംകോടതിയെ അറിയിച്ചു. ബാരിക്കേഡ് തകർത്ത് പാർലമെന്റ് മാർച്ച് അക്രമാസക്തമായതോടെയാണ് സമരക്കാരെ നിയന്ത്രിച്ചതെന്നും ഡൽഹി പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണിവെച്ച വടി ഉപയോഗിച്ചടിച്ചത് സമരക്കാരാണെന്നും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഫേസ് ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ചതെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണ ഉപയോഗം തടയുന്നതിന് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി സുപ്രീം കോടതി. കള്ളപ്പണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരം കേസുകളിൽ അന്വേഷണം 1 വർഷത്തിനകം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2014 ബെല്ലാരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണ ഉപയോഗം തടയുന്നതിനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനുമാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. അനധികൃത പണമിടപാടുകൾ സുതാര്യമായ തിരഞ്ഞെടുപ്പിന് ഭീഷണിയാണെന്നും സ്ഥാനാർത്ഥികൾക്കിടയിലെ തുല്യത ഇല്ലാതാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പിലെ കള്ളപ്പണ ഇടപാടിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ 1 വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ശ്രമിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ കാരണം രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഭരണം മാറുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ ഏകപക്ഷീയമായി പിൻവലിക്കുന്നതിലും സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. ഇങ്ങനെയുള്ള കേസുകൾ റദ്ദാക്കാൻ ഹൈക്കോടതിയുടെ അനുമതി നിർബന്ധമാണെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നിരീക്ഷണ ടീമുകൾ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണം കണ്ടെത്തിയാൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണം. സ്ഥാനാർത്ഥികൾക്കെതിരായ കേസുകൾ വേഗത്തിൽ പരിഗണിക്കാൻ ഹൈക്കോടതികൾ പ്രത്യേക ബെഞ്ച് നിശ്ചയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി വഴിവിട്ട മാർഗം സ്വീകരിച്ചോ എന്നറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട്. അതുപോലെ തെറ്റ് ചെയ്യാത്ത സ്ഥാനാർത്ഥികൾക്ക് നിരപരാധിത്വം തെളിയിക്കാനും അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. 2014 കർണാടകയിൽ ബെല്ലാരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രദീക് പരശുറാംപുരിക്കെതിരായ കേസ് പരിഗണിക്കവെയാണ് കോടതി നിർണായക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുതാൽപര്യ വിഷയമായി പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസ് വീണ്ടും വന്ദേ മാതരത്തെ അപമാനിച്ചതായി BJP. ഗോവയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ വന്ദേ മാതരം പകുതി മാത്രമാണ് പാടിയതെന്നും ലീഗിന്റെ സമ്മർദ്ദമാകാം കാരണമെന്നും BJP നേതാവ് രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. ഗാന്ധിയും നെഹ്റുവും ആലപിച്ച ഭാഗമാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്നും അത് കുറ്റമാണെങ്കിൽ ഗാന്ധിക്കും നെഹ്റുവിനും എതിരെ കേസ് കൊടുക്കട്ടെയെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും പാടുകയും സോണിയാഗാന്ധി അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിറകെയാണ് കോൺഗ്രസ് വീണ്ടും വന്ദേമാതരത്തെ അപമാനിച്ചുവെന്ന് BJP ആരോപിക്കുന്നത്. ഗോവയിലെ കോൺഗ്രസ് കൺവെൻഷനിൽ വന്ദേമാതരം പകുതി പാടി അവസാനിപ്പിച്ചുവെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ സാന്നിധ്യത്തിലായിരുന്നു 2 ചരണങ്ങൾ മാത്രം ആലപിച്ച് വന്ദേമാതരം നിർത്തിയതെന്നും ലീഗിന്റെ സമ്മർദ്ദമാകാം ഇതിന് കാരണമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. If this is what the Congress party is doing to the great national song Vande Mataram, then you better stop claiming monopoly as the custodian of freedom movement. എന്നാൽ ഗോവയിൽ താൻ പങ്കെടുത്ത വേദിയിൽ ആലപിച്ചത് ഗാന്ധിജിയും നെഹ്റുവും ആലപിച്ച ഭാഗമാണെന്നും അത് കുറ്റമാണെങ്കിൽ ഗാന്ധിക്കും നെഹ്റുവിനുമെതിരെ കേസ് കൊടുക്കട്ടെ എന്നും മല്ലികാർജ്ജുന ഖാർഗെ പ്രതികരിച്ചു. कंप्लेंट वो क्या फाइल करी? जो महात्मा गांधी जी वंदे मातरम गाते वही मैं गया, जो जवाहरलाल नेहरू गए थे वही गा. अब तक 18 साल तक उन्होंने जो गाया एज ए उनकी सेंट्रल गवर्नमेंट, वाजपेयी ने जो गाया वही गाया मैं. ഇപ്പോൾ ബഹളം വയ്ക്കുന്നവർ ജനിക്കുന്നതിന് മുൻപേ ഇക്കാര്യങ്ങളിൽ തീരുമാനമായതാണെന്നും രാജ്യത്തിനായി ഏതൊക്കെ ദേശീയ ഗാനങ്ങൾ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് പ്രമേയം പാസാക്കിയിരുന്നതായും ഖാർഗെ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ടി വീണയ്ക്കെതിരായ CMRL എക്സാലോജിക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് 7 മണിയോടെയാണ് അവസാനിച്ചത്. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM നേതൃത്വത്തിന്റെ ആരോപണം. മാസപ്പടി കേസിൽ ഇത് 3ാം തവണയാണ് ED വ്യാപക പരിശോധന നടത്തുന്നത്. നേരത്തെ PA മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വീട്ടിൽ ED പരിശോധന നടത്തിയിരുന്നു. അന്ന് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPMന് തിരിച്ചടി. വനിതാ MLA-മാരായിരുന്നവരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി. UDF MLA-മാരായിരുന്ന ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നാട്ടിക മുൻ MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനി ഒരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും.
ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളാകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയും തുടർച്ചയായി ആശങ്കയുന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർണായക ഉത്തരവ്. 48 മണിക്കൂറിനകം ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ഷിഫ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്ക് മാറ്റാനും 1 മാസം അവിടെ ചികിത്സയിൽ തുടരാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഓരോ ആഴ്ചയും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ ഡോക്ടറും അദ്ദേഹത്തിന്റെ സഹോദരിയുമായ ഡോക്ടർ ഉസ്മാൻ ഖാനെയും ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ആരോഗ്യം വിലയിരുത്താനും കോടതി ഉത്തരവിൽ പറയും. കായിക വാർത്തകൾ നോക്കാം. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അർജുന പുരസ്കാരത്തിൽ മലയാളി തിളക്കം V മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി ഉൾപ്പെടെ 17 പേർക്കാണ് അർജുന പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഫുട്ബോൾ താരം അരുമ നായകത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങളാണ് കേന്ദ്ര കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചത്. മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി എന്നീ 2 മലയാളികളടക്കം 17 താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. ബാഡ്മിൻ്റൺ താരം ട്രീസ ജോളി 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡലുകൾ നേടിയിട്ടുണ്ട്. അത്ലറ്റ് മുഹമ്മദ് അജ്മൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 400 റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. മിക്സഡ് റിലേയിൽ വെള്ളിയും സ്വന്തമാക്കിയിരുന്നു. ചെസ് താരം വിദിത് സന്തോഷ്, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ്, ഹോക്കി താരങ്ങളായ ലാൽ റംസിയാമി, രാജ്കുമാർ പാൽ, കബഡി താരങ്ങളായ സുർജിത്, പൂജ എന്നിവർക്കും അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് നൽകുന്ന ലൈഫ് ടൈം അവാർഡിന് ഫുട്ബോൾ താരം അരുമനായകം അർഹനായി. അത്ലറ്റിക് കോച്ച് പർവീർ സിംഗ്, ബോക്സിംഗ് കോച്ച് ചോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് കോച്ച് നോഹ നന്ദകുമാർ ചവാൻ എന്നിവർക്ക് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.